ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. എന്തുകൊണ്ട് ഓസ്ട്രേലിയ, എന്തുകൊണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ജീവിത നിലവാരത്തിലുള്ള വ്യത്യാസം, എന്തുകൊണ്ട് ഓസ്ട്രേലിയ പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസിലേക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു, അതിൻ്റെ റീസൺസ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന 6 പോയിൻറ്റ്സിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. സെക്കൻഡ് വീഡിയോ ആണിത്. അടുത്ത 6 പോയിൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. 7ാമത്തെ പോയിൻറ്റ് എന്താണെന്ന് നോക്കാം. 7ാമത്തെ പോയിൻ്റ് മറ്റൊന്നുമല്ല, എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ പഠിക്കാൻ എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഒരു നല്ല കൺട്രിയാണ്, ഓസ്ട്രേലിയ പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസ് എന്തുകൊണ്ട് നല്ലതാകുന്നു എന്നുള്ള ഒരു പോയിൻ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്, അതാണ് നമ്പർ 1 പോയിൻ്റ് എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ വർക്ക് പ്ലേസിൽ എന്താണോ നമുക്ക് ജോലിയിൽ എക്സൽ ചെയ്യാൻ വേണ്ട സ്കിൽസ്, ആ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യാണ് നമ്മുടെ പഠന കാലയളവിൽ. കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നൊരു സ്കീമല്ല ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും വർക്ക് പ്ലേസിൽ വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഇപ്പോഴും കാണാതെ പഠിച്ചൊരു ഇക്വേഷൻ LHS = RHS എന്നെഴുതേണ്ടത് അവിടെ ഒരു അത്യാവശ്യമല്ല. അവിടെ വേണ്ടത് കണക്ക് കൂട്ടാൻ അറിയാൻ കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രം പഠിച്ചാൽ മതി. അതായത് എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു, എന്തൊക്കെ ഓർത്തിരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. എന്തൊക്കെ ഓർത്തിരിക്കുന്നതിൽ ഇൻ്റർനെറ്റിൻ്റെ ഈ കാലത്ത്, ChatGPTയുടെ കാലത്ത് നമുക്ക് സെർച്ച് ചെയ്താൽ എന്തിനും ആൻസർ കിട്ടും. പക്ഷേ എങ്ങനെ ചിന്തിക്കണമെന്ന് പഠിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസത്തിലാണ്. അത് ഇനിയും ഇന്ത്യയിൽ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട്. ഇനി QS റാങ്കിങ്ങിൻ്റെ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വേൾഡ് റാങ്കിങ്ങിൽ മികച്ച യൂണിവേഴ്സിറ്റീസ് ഈ വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷേ അതിൽ ഒരുപാട് കാര്യമൊന്നുമില്ല. നമ്മുടെ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. എന്നാൽ IIT പോലെയുള്ള സ്ഥാപനങ്ങളുടെ റാങ്കിങ് വരുന്നത് 180, 120 ഒക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നോട്ട് വെരി കറക്റ്റ്. എന്തുകൊണ്ടാണ് ആ റാങ്കിങ് അത്രയും ഡ്രോപ്പ് ആവുന്നതെന്ന് ഞാനൊന്ന് പഠിച്ചപ്പോൾ മനസ്സിലാവുന്നത്, ഇൻ്റർനാഷണൽ ഫാക്കൽറ്റികൾ IIT പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി, ഇപ്പോൾ ചൈനയിൽ നിന്നോ USA നിന്നൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ വന്ന് പഠിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരൊറ്റ ഫാക്ടർ കൊണ്ട് നമ്മുടെയൊക്കെ IITയുടെ റാങ്കിങ് 120-ൽ നിന്ന് ഷൂട്ടപ്പായി 10-നും 20-നും താഴെ വരും. അപ്പം നല്ല സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നല്ല സ്ഥാപനമാണ്, നല്ല എഡ്യൂക്കേഷനാണ്, നല്ല കരിക്കുലമാണ്. ഓട്ടോണമസ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷേ ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും ബാക്ക്ഗ്രൗണ്ടും ഇപ്പോഴും ഇന്ത്യയിൽ പിന്നിലാണ്. നമുക്ക് വർക്കിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറവാണ്. ഇതൊക്കെ കൊണ്ടാണ് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ആൾക്കാർ ചേക്കേറുന്നത്. ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ആയി വരാം. അന്ന് തിരിച്ചൊരൊഴുക്കും വേണേൽ സംഭവിക്കാം. കാരണം ഇന്ത്യയിലെ ബുദ്ധി രാക്ഷസന്മാരുടെ അളവ് വളരെ കൂടുതലാണ്. നന്നായി ഇതിനൊക്കെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ചിലപ്പോൾ നാളെ ഓസ്ട്രേലിയയിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുന്നൊരു സാഹചര്യവും ആകണമെന്നില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറവാണ്. ഇപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിപ്പോഴും വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ആവശ്യമില്ലാത്ത പലതും കാണാതെ പഠിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് ഛർദ്ദിച്ചു വെക്കുന്നൊരവസ്ഥ, അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. 8ാമത്തെ പോയിൻ്റ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഹസ്ബൻഡും വൈഫിനും സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് വെക്കുക. വീട്ടിലെ ചിലവുകൾക്കായിട്ട് അവർക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2 പേരും നിശ്ചിതമായ തുക ആ അക്കൗണ്ടിലേക്ക് ഇട്ട് അതിൽ നിന്ന് ജീവിത ചിലവിനെടുക്കുക. അപ്പം ഹസ്ബൻഡിനും വൈഫിനും ഈക്വൽ ഫ്രീഡം ആൻഡ് സ്വാതന്ത്ര്യമുണ്ട്. അത് നല്ലതുമാകാം ചീത്തയാകാം. പക്ഷേ അതാണ് അവിടുത്തെ ഒരു സ്റ്റൈല്. ഒരു പരിധിവരെ അത് നല്ലതാണ്. കാരണം ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത്, നമുക്ക് സാലറി കിട്ടിയ സ്ത്രീകൾ സാലറി കൊണ്ടുവന്ന് ചിലപ്പോൾ ഹസ്ബൻഡിലേക്ക് കൊടുക്കും. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്കൊരു വിലയില്ലാത്തത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് വെസ്റ്റേൺ കൺട്രീസിലില്ല. വ്യക്തി സ്വാതന്ത്ര്യം വളരെ കൂടുതലായി അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നല്ലതാകാം, ചിലപ്പോൾ അത് ചീത്തയാകാം. ഇന്ത്യൻ കൾച്ചറിൽ ഒരു ഫാമിലിയായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയ വ്യത്യാസമാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. 9ാമത്തെ പോയിൻ്റ്, ഇക്വാളിറ്റി, സോഷ്യൽ അക്സെപ്റ്റൻസ് ഓഫ് ജോബ്സ്. അതായത് എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വരുന്നൊരു ക്ലീനറിനും കിട്ടും ഒരു ബേസിക് പേ, ഒരു പ്ലംബറിനും കിട്ടും ഒരു ബേസിക് പേ, ഒരു ഡോക്ടറിനും കിട്ടും ഒരു ബേസിക് പേ. വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു ഫാക്ടറാണ്. ഇവിടെ ക്ലീനിങ് ചെയ്യാൻ വരുന്നവർ കുറഞ്ഞവരാണ് എന്നും ഒരു കമ്പനിയിൽ ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരിക്കുന്നയാൾ ഏറ്റവും വലിയ ആളാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ചെറിയ കമ്പനികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ വലിയ കോർപ്പറേറ്റ്സിൽ പിന്നെയും അത് കുറവാണ്. എന്നിരുന്നാലും വിദേശത്ത് അതിന് ഭയങ്കര വ്യത്യാസമാണ്. പ്ലംബർക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഈസ് വെരി ഹൈ ബിക്കോസ് ദേ ഏൺ വെരി ഹൈ. അതും ഒരു ഫാക്ടറാണ്.
10ാമത്തെ പോയിന്റ് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മക്കളെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ 30-ാം വയസ്സ് വരെ അവർക്ക് ചിലവിന് കൊടുക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ 13ാം വയസ്സ് തൊട്ട് അവർക്ക് ജോലിക്ക് പോയി തുടങ്ങാം. പിള്ളേരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവരെ വളർത്തി വലുതാക്കി ഒരു 13ാം വയസ്സ് തൊട്ട് അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടെ ചിലവുകൾ കണ്ടെത്താം. അവർക്ക് സിനിമയ്ക്ക് പോകണമല്ലോ, റെസ്റ്റോറൻറ്റിൽ പോകണമല്ലോ, കൂട്ടുകാരുടെ കൂടെ പോകണമല്ലോ, അവൻ സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ട് പോകുന്നതുകൊണ്ട് അവനത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഉത്തരവാദിത്തം വളരെ യങ് ഏജിലേ വരുന്നതുകൊണ്ട് പേരൻസിനും വളരെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അതുപോലെ 60ാം വയസ്സിൽ അവർക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് റിട്ടയർ ചെയ്ത് സുഖമായി ജീവിക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് ഈ വിദേശ രാജ്യങ്ങളിൽ. 11ാമത്തെ പോയിന്റ് സോഷ്യൽ ബെനിഫിറ്റ്. നമ്മൾ ഈ കിട്ടുന്ന ടാക്സിനൊക്കെ നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പാർക്കുകളുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, നല്ല റോഡുകളുണ്ടോ, നല്ല വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടോ, എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, സിസ്റ്റങ്ങളുണ്ടോ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതൊക്കെ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നമുക്ക് സോഷ്യൽ ബെനിഫിറ്റ്സ് ടാക്സ് കൊടുക്കുന്നത് ആ രാജ്യങ്ങളിൽ കൂടുതലാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നതിൻ്റെ അളവും കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 12ാമത്തെ പോയിന്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നല്ലൊരു ചികിത്സ വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ പബ്ലിക് ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് ടൈം കൂടുതലാണെങ്കിലും വളരെ നല്ല ക്വാളിറ്റി ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അതായത് പുത്തൻ ഡിവൈസസ് വെച്ചിട്ടായിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലീൻലിനെസ് വളരെ കൂടുതലാണ്, ഹൈജീൻ കൂടുതലാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് ചിലപ്പോൾ അവിടെ കാണത്തില്ല, കാരണം അവിടെ രോഗങ്ങൾ വരുന്നതിൻ്റെ അളവ് കുറവാണ്. എന്നാൽ ഇവിടെ ഡോക്ടർമാർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. അവിടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ പബ്ലിക് ഹോസ്പിറ്റലിലാണ് കൂടുതലും റിലേ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. ഓൺ എ സ്കെയിൽ ഓഫ് 10 എത്ര പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് നമ്മൾ കള്ളത്തരം പറയാണ്ട് അവർ നമ്മളെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യില്ല. ഇപ്പോൾ കൈ ഒടിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ആശുപത്രി കൊണ്ടുപോയപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന സമയം 3-4 മണിക്കൂറാണ്. ആ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവനൊരു കെയർ കിട്ടിയത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കൈ ഒടിഞ്ഞ് പോയി നമ്മൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. പക്ഷേ പബ്ലിക് ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ നമ്മൾ കണ്ടറിയണം. അവിടെയൊക്കെ പോയാൽ വേറെ എന്തെങ്കിലും പുതിയ അസുഖം നമുക്ക് കിട്ടും. അങ്ങോട്ട് പോകുന്നതിൻ്റെ കൂടെ ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ അവിടെ പോയാൽ നമുക്ക് ഹൈജീൻ ഇഷ്യൂസ് കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സൗജന്യമായ ഒരു അസുഖം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ പബ്ലിക് ആശുപത്രികളിൽ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ 12 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോയിൻ്റ് ആയിരിക്കും. പക്ഷേ ഒന്നുകൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.